കല്ല് മാത്രമല്ലല്ലോ ഇട്ട് ഇത് അനിശ്ചിതത്വത്തിൻ്റെ എല്ലാ അനിശ്ചിതത്വവും മാറ്റി കേന്ദ്ര അനുമതി വാങ്ങിച്ച് പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ചു അതിൻ്റെ എഗ്രിമെൻ്റ് മുഴുവൻ തയ്യാറാക്കി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും ഇല്ലാതാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടാണ് കല്ലിടുന്നത്. മുഖ്യമന്ത്രി എവിടെയെങ്കിലും കൊണ്ടുപോയി വെറുതെ കല്ലിടാറുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ധർമ്മട നിയോജകമണ്ഡലത്തിൽ പുള്ളി പോകുമ്പോൾ തോന്നുവാണ് ഒരു പാലം പണിയണം, ഈ പുഴയ്ക്ക് അപ്പുറത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് ഒരു പാലം പണിയണം. മുഖ്യമന്ത്രി കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ കല്ലിടുമോ? കല്ലിടില്ല. കല്ലിടണമെങ്കിൽ ബജറ്റിൽ ആദ്യം പ്രൊവിഷൻ വേണം, ബജറ്റ് പ്രൊവിഷൻ വേണം, അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ അതിനു മുമ്പ് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പ്ലാൻ തയ്യാറാക്കണം, അതിനുശേഷം അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ വേണം, പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം, പിന്നെ ടെൻഡർ ചെയ്യണം, വർക്ക് അവാർഡ് ചെയ്യണം. ഇതങ്ങനെ ടെൻഡർ ചെയ്ത് വർക്ക് അവാർഡ് ചെയ്യണ കേസുമല്ല ഇത്. കാരണം ഒരു പാർട്ടിയല്ല ഇത് എടുക്കാൻ വേണ്ടിയിട്ട്, വേറെ ആരും എടുക്കാൻ തയ്യാറല്ല, എല്ലാവരും മാറി. അപ്പോൾ ഒരു ലോങ് പ്രോസസ്സാണ്. ഏറ്റവും തടസ്സമായി നിന്നിരുന്ന എല്ലാ തടസ്സം മാത്രമല്ല പാരിസ്ഥിതിക അനുമതി, അവിടെ സമരം. കാരണം ഇതിൻ്റെ റെഫ്യൂജീസ് ഉണ്ടാവും, ഈ വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. അവരുമായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തി ചർച്ച ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള 475 കോടി രൂപയുടെ പാക്കേജ് ഇതെല്ലാം പൂർത്തിയാക്കി കല്ലിട്ട് കൗണ്ട് ഡൗൺ തുടങ്ങി. കൗണ്ട് ഡൗൺ നിങ്ങൾ നോക്കൂ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ആ കൗണ്ട് ഡൗൺ പറഞ്ഞിരിക്കുന്ന സമയമനുസരിച്ച് ഉള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു. അതേ ഫോമിലാണ് 2016 വന്ന ഈ ഗവൺമെൻറ് അത് ചെയ്തിരുന്നെങ്കിൽ 2019 ഉദ്ഘാടനം ചെയ്യായിരുന്നു. പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, ഗവൺമെൻറ്റും അവരും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ 2017 റോഡ് കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ്. ഇത് 2025 ആരംഭിച്ചിട്ട് പോലുമില്ല. 2019 റെയിൽ കണക്ടിവിറ്റി മുഴുവൻ തീർക്കാവുന്നതാണ്. 2025 ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാത്രം പണിത് വെച്ചാൽ പോരാ. റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. അതിനുവേണ്ടി ഒന്നും ചെറുവിരൽ അനക്കിയിട്ടില്ല, ഒരു പണിയും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ഒന്നും. അത് സ്വാഭാവികമായ തുടർച്ച. അവർക്ക് സമയം നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള അദാനി ഗ്രൂപ്പിന് അവർ ചോദിക്കുമ്പോഴെല്ലാം സമയം നീട്ടിക്കൊടുക്കുക, ഒരു നഷ്ടപരിഹാരവും ആവശ്യപ്പെടാതെ തുടർച്ചയായി അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല.